അഹമ്മദാബാദിലുണ്ടായ അതിദാരുണമായ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം പങ്കുവെച്ച് ബാലയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത്. സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന MBBS വിദ്യാർത്ഥികളും PG ഡോക്ടർമാരും അടക്കം 50 പേർ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് എലിസബത്ത് പറയുന്നത്. ഞാൻ സുരക്ഷിതയാണ്. ഒരുപാട് ആളുകൾ, എൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ്. MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു. ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എലിസബത്ത് ഇങ്ങനെയാണ് കുറിച്ചത്. എലിസബത്ത് PG ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരുക്ക് പറ്റിയവരെ കൊണ്ടുവന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്ന് എലിസബത്ത് പറയുന്നു. എന്നാൽ വിമാന ദുരന്തമാണെന്ന് അറിയില്ലായിരുന്നു. അപകടം നടന്ന ഹോസ്റ്റലും ആശുപത്രിയിലും തമ്മിൽ 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടുതൽ ആളുകളും മരിച്ച നിലയിലാണ് ആശുപത്രിയിലേക്ക് വന്നത്. അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഇതുവരെ മലയാളികളില്ലെന്നാണ് സൂചന. 63 പേരടങ്ങുന്ന മലയാളി ഗ്രൂപ്പ് വാട്സപ്പിലുണ്ട്. അതിലുള്ള എല്ലാവരും സുരക്ഷിതരാണ്. കുറേ മൃതദേഹങ്ങൾ കത്തിക്കഴിഞ്ഞ നിലയിലാണ്. DNA പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാവുകയുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ആശുപത്രിയിൽ നിന്നും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 50ഓളം പേർ മരിച്ചതായിട്ടാണ് സൂചന. MBBS വിദ്യാർത്ഥികളുടെ മെസ്സിലും PGയിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുമുള്ള ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലിലുമാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. മെസ്സിൽ പക്ഷേ എല്ലാവരും വരാറുണ്ടായിരുന്നു. MBBS വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ സമയത്താണ് അപകടം നടക്കുന്നത്. 50 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 25 പേരിലധികം ആളുകളെ കാണാതായെന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. കാണാതായ കുട്ടികളുടെ കുടുംബത്തെ DNA പരിശോധനയ്ക്കായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നലത്തെ കണക്കനുസരിച്ചാണ് 50 പേരുടെ മരണസംഖ്യ പുറത്തുവിട്ടത്. അപകടം നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോയില്ല. ഇവിടെ ആശുപത്രിയുടെ തന്നെ 4-5 വലിയ കെട്ടിടങ്ങളുണ്ട്. ഇത് വലിയ ക്യാമ്പസാണ്. 4-5 ഹോസ്റ്റലുകൾ ആശുപത്രിക്കായിട്ടുണ്ട്. 7000ഓളം ബെഡുകൾ മുഴുവനായുണ്ട്. അപകടം വന്നപ്പോൾ ഓഫിലുണ്ടായിരുന്നവരെയും മറ്റും ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നവരെയൊക്കെ അടിയന്തരമായി വിളിച്ചു. രക്തം ദാനം ചെയ്യുന്നതിനായി പോലും നിമിഷ നേരം കൊണ്ട് ആളുകൾ വന്നു. എലിസബത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഏകദേശം 2 വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ട്രാൻസ്മിഷൻ മെഡിസിനിൽ PG ചെയ്യുകയാണ് എലിസബത്ത്. ആശുപത്രിയിൽ നിന്നുള്ള തൻ്റെ ജോലി തിരക്കും മറ്റു വിശേഷങ്ങളും വീഡിയോ വ്ലോഗിലൂടെ എലിസബത്ത് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ താൻ സുരക്ഷിതയാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചെന്നും മെസ്സേജുകൾ അയച്ചെന്നുമെല്ലാം എലിസബത്ത് പറയുന്നു. അവരോടെല്ലാം തനിക്ക് ഒരുപാട് നന്ദിയാണ് അറിയിക്കാനുള്ളതെന്നും എലിസബത്ത് പറഞ്ഞു.